നമസ്കാരം, ഏവർക്കും പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടും നോക്കുമ്പോൾ ആ വ്യക്തികളുടെ ജീവിതത്തിൽ പലവിധ ആശങ്കകൾ പലപ്പോഴും ഉണ്ടായി എന്ന് വരാം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത്തരത്തിൽ ചില ആശങ്കകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മുൻപിൽ വാതിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ കഠിനാധ്വാനം ഫലം കാണാത്തതായ ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. പലപ്പോഴും പ്രാർത്ഥനകൾ അത് ഭാഗ്യം നിങ്ങൾക്ക് തുറക്കപ്പെടുന്നില്ല എന്നത് വാസ്തവമാണ്. പ്രാർത്ഥനയുടെ ഫലമായി അത്തരത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം പല രീതിയിലും ആശയക്കുഴപ്പങ്ങൾ ജീവിതത്തിൽ ഉള്ളവരായി തന്നെ പരാമർശിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തീർച്ചയായും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മൈൻഡ് റീഡിംഗ് തൊടുകുറി തന്നെയാണ് നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് വ്യത്യസ്തമായ 2 താക്കോലുകളാണ്. ഈ 2 താക്കോലുകളിൽ നിങ്ങൾക്ക് ഒരു താക്കോൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് തീർച്ചയായും തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ ആ രഹസ്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കപ്പെടാൻ പോകുന്ന ആ ഭാഗ്യാനുഭവങ്ങൾ, അതിൻ്റെ വാതിലുകൾ അത് എന്താണ് എന്ന് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഈ കാഴ്ചകളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആകർഷണം തോന്നുന്ന താക്കോൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതിനു മുൻപ് അല്പം ശാന്തത അനിവാര്യമാണ്. അതിനാൽ തീർച്ചയായും ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ഈ 2 താക്കോലുകളിൽ ഒരു താക്കോൽ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ പ്രാർത്ഥിക്കൂ. എല്ലാ ദുഃഖങ്ങൾക്കും ഒരു പരിഹാരം കിട്ടണം എന്നൊരു പ്രാർത്ഥനയോടെ തന്നെ നിങ്ങൾക്ക് ഈ താക്കോലുകളിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഏവരും ഒരു താക്കോൽ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കരുതുന്നു. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി ഏവരും ഒരു നിമിഷം വന്ദിക്കൂ. അപ്പോൾ ആദ്യത്തെ താക്കോലാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ആദ്യത്തെ താക്കോലുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന കാര്യങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല ഭാരങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്. അതായത് എത്രയോ നാളുകൾ കഴിഞ്ഞാലും അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ആ വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും പടിയിറങ്ങാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളൊരു ഭാരം ചുമക്കുകയാണ്, അല്ലെങ്കിൽ നിരവധിയാർന്ന ഭാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചുമന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ ഇത് നിങ്ങൾക്ക് മറ്റ് വ്യക്തികളെ, അത് കുടുംബത്തിലുള്ള അംഗങ്ങളെ പോലും പല കാര്യങ്ങളും അറിയിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ വിചാരിക്കുന്നത്, അതായത് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, നിങ്ങൾ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അപ്രകാരമല്ല ജീവിതം എന്നതാണ് വാസ്തവം.
ഇപ്പോൾ ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് സങ്കടം വരികയോ വിഷമിക്കുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ജീവിതത്തിലെ പല അനുഭവങ്ങളും നിങ്ങളെ അത്രയ്ക്കും വേട്ടയാടിയിരിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികൾ അത് ആര് തന്നെയാണ്, അത് സുഹൃത്തുക്കളോ വേണ്ടപ്പെട്ടവരോ ആര് തന്നെയാണ് എങ്കിലും അവർക്ക് വേണ്ടി 100% എഫേർട്ട് നിങ്ങൾ നൽകിയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. എന്നാൽ അവരിൽ നിന്നും തിരികെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ചില സമയങ്ങളിൽ അവർ നിങ്ങളെ ചേർത്ത് നിർത്തണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലും നിങ്ങളിലേക്ക് കടന്നു വരാത്ത സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങൾ ചിന്തിക്കുന്നതായ കാര്യങ്ങളിൽ ഒന്ന്, ഞാൻ മറ്റുള്ളവർക്ക് ദ്രോഹങ്ങൾ ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ചിന്തയിൽ വരുന്നതായ ഒരു കാര്യം. നിങ്ങളെ വളരെയധികം ഈശ്വരൻ പരീക്ഷിക്കുന്നു എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്നതായ സാഹചര്യങ്ങൾ പോലും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അത് ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടുകാർ പോലും കുടുംബത്തിലുള്ള അംഗങ്ങൾ പോലും അറിയുന്നില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് ആവശ്യങ്ങളുണ്ട്. ആ സമയം ചിലരെങ്കിലും ഒപ്പം നിൽക്കും എന്ന് ചിന്തിച്ചിരുന്നു. അവർ പോലും ഒപ്പമില്ല, അല്ലെങ്കിൽ അവർക്ക് സഹായിക്കുവാൻ പോലും സാധിക്കുന്നില്ല. പലപ്പോഴും നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വിഷമകരമായ ഘട്ടം അനുഭവിച്ച് മുന്നോട്ട് പോരുന്ന വ്യക്തികളാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി ഈശ്വരൻ തന്നെ നൽകുന്ന പരീക്ഷണങ്ങളാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയ സാഹചര്യമുണ്ട്. ആരാണ് നിങ്ങളുടെ യഥാർത്ഥ ശത്രു, ആരാണ് നിങ്ങൾക്കൊപ്പം നിൽക്കുക, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ സമയം കൊണ്ട് മനസ്സിലാക്കിയ സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ ഒരിക്കലും മനസ്സിലാകാതിരുന്നിരുന്നതായ ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. ഈ സമയം അതൊരു തിരിച്ചറിവായി നിങ്ങളിലേക്ക് കടന്നു വരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങൾക്ക് ഒരു പരിഹാരം കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങൾക്കും ഒരു വിരാമം ആകുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഒന്ന് മാത്രമല്ല, പല കാര്യങ്ങളിലും നിങ്ങളെ തകർക്കുവാൻ ശ്രമിച്ചിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, അതിൽ നിന്നും ഒരു ശാശ്വതമായ വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കും എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിലതെങ്കിലും നടക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വളരെ കൂടുതലായിരിക്കും എന്ന കാര്യം കൂടി ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ ചിലത് നടത്തിയെടുക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. പലരും നിങ്ങളെ പരിഹസിച്ചിരുന്നതായ സാഹചര്യം ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അവർക്ക് മുൻപിൽ തലയുയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക ഭദ്രതയോടെ ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ തീർച്ചയായും കരുത്താർജിച്ചിരിക്കുന്നു എന്ന് നിങ്ങളുടെ ശത്രുക്കൾ മനസ്സിലാക്കുവാൻ പോകുന്നു. തീർച്ചയായും ഈ സമയം വിജയത്തിനായി നിങ്ങളുടെ മനസ്സിനെ തയ്യാറെടുപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടതായ കാര്യം, അതിനു മുൻപിൽ പകയ്ക്കുവാൻ പാടുള്ളതല്ല. ആരുടെയും മുൻപിൽ കൈ നീട്ടാത്ത ഒരു അവസ്ഥയുണ്ടാകണം എന്ന് അത്രമേൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വിജയത്തിന്റെ തൊട്ടടുത്ത് വരെ എത്തും, എന്നാൽ ആ വിജയം നേടുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം.
ഇത് ഒന്നല്ല, പല ആവർത്തിയായി ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും അടഞ്ഞു പോകും, ഇനിയൊരു മോചനമില്ല എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. മുടങ്ങിപ്പോകും എന്ന് ഉറപ്പിച്ച ഒരു കാര്യം, എന്നാൽ അത് ഈശ്വരാധീനത്താൽ നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ്. അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമതകളിൽ ഒന്ന് നിങ്ങളുടെ ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം. എന്താണോ ഇതിനൊരു പരിഹാരം, അത് നിങ്ങൾ ചിന്തിക്കുന്നു എങ്കിൽ അത് നടത്തിയെടുക്കുവാൻ സാധിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. വലിയ നഷ്ടം പല കാര്യങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചിന്തിച്ച് ചില മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾ അമിതമായി ചിന്തിച്ചു കൂട്ടുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം ടെൻഷൻ അടിക്കുന്ന വ്യക്തികളാണ്. കഴിയില്ല എന്ന് പലപ്പോഴും നിങ്ങൾക്ക് പറയുവാൻ സാധിക്കാത്തതായ അവസ്ഥ, ഇത് പലരും മുതലെടുക്കുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പലപ്പോഴും നിങ്ങൾക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാത്തതായ ഒരവസ്ഥയുണ്ട്. മാത്രവുമല്ല, നിങ്ങൾ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങൾക്കും പഴി കേൾക്കേണ്ടതായ സാഹചര്യം. ഇതെല്ലാം എന്തുകൊണ്ട് എനിക്ക് അനുഭവിക്കേണ്ടതായി വരുന്നു എന്നൊരു വിഷമവും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഇപ്പോൾ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ വളരെയധികം കരുത്താർജിച്ച് പോന്നിരുന്ന നിങ്ങൾക്ക് ഒരു താഴ്ചയുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്. ഈ സമയം ധൈര്യം ചോർത്തി കളയുവാൻ പാടുള്ളതല്ല. ചിലർ നിങ്ങൾക്കെതിരെ നിന്നു എന്ന് വരാം, എന്നാൽ അവർക്ക് ഭാഗ്യം നിങ്ങൾക്ക് മുൻപിൽ നഷ്ടപ്പെടുത്തുവാൻ സാധിക്കില്ല എന്ന കാര്യം ഓർക്കുക. ഭാഗ്യത്തിന്റെ വാതിൽ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുക തന്നെ ചെയ്യും. ഈ സമയം ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നേറണം, അവസരങ്ങൾ വിനിയോഗിക്കണം. രണ്ടാമത്തെ താക്കോലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങൾക്ക് ചില മുന്നറിയിപ്പുകൾ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നൽകുന്നു എന്ന കാര്യം ആദ്യമേ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പരാജയങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് വിഷമങ്ങൾ നൽകുന്നു, എന്നാൽ അത് നിങ്ങളുടെ കഴിവുകേടുകൾ കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല എന്നതാണ് വാസ്തവം. അത് നിങ്ങൾക്ക് ചുറ്റുമുള്ള പലവിധ ദോഷങ്ങളും അത് ബാധിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം. അതായത് നിങ്ങൾക്ക് ചുറ്റും ദൃഷ്ടിദോഷം, അസൂയ, ഇത്തരം പല കാര്യങ്ങളും കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുമോ, നിങ്ങൾ വളർന്നു പോകുമോ എന്നൊരു ചിന്ത ചിലർക്ക് വളരെയധികം ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അത്തരം ചില വ്യക്തികൾ തന്നെ ആകണം എന്നില്ല, മറ്റുള്ളവരുമാകാം. ഈ വ്യക്തികൾ നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ള വ്യക്തികൾ തന്നെ ആകണം എന്നില്ല, എന്നാൽ ഈ വ്യക്തികൾ നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നവരുമാകാം. അത്തരം വ്യക്തികളുമാകാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെഗറ്റീവായ ദൃഷ്ടികൾ നിങ്ങളെ വളരെയധികം ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ തടസ്സങ്ങൾ നിങ്ങളെ വളരെയധികം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ പോസിറ്റീവായ ഊർജം മുഴുവൻ ഇവർ വലിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നിങ്ങൾക്ക് നെഗറ്റീവായ ഊർജമാണ് പ്രദാനം ചെയ്യുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ തീർച്ചയായും പല കാര്യങ്ങളിലും ഒരു ഭയത്തോടെ സമീപിക്കുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട്. സാമ്പത്തിക ഉണർവ് നിങ്ങൾക്ക് ലഭിക്കണം എന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു ലാഭത്തിലേക്ക്
കുതിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം എന്നതാണ് വാസ്തവം. ഈ സമയം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് രാജയോഗതുല്യമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങളുടെ കഴിവുകളെ ലോകം അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇനി സാധിക്കുമോ, അത്തരമൊരു അവസരം എനിക്ക് ലഭിക്കുമോ എന്ന ചിന്ത മനസ്സിലുണ്ട്. എന്നാൽ അത് സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. കാരണം പോസിറ്റീവായ ഊർജം നിങ്ങളിൽ നിന്നും നഷ്ടപ്പെടുത്തുവാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത് എന്നതാണ് വാസ്തവം. പോസിറ്റീവായി തന്നെ ചിന്തിക്കണം, പോസിറ്റീവായി തന്നെ മുന്നേറുവാൻ നിങ്ങൾ ശ്രമിക്കണം. തീർച്ചയായും നിങ്ങളുടെ വിജയങ്ങൾ അവർക്ക് തടുക്കുവാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. കൃത്യമായി ഉറങ്ങണം, മനസമാധാനത്തോടെ ഉറങ്ങണം. ടെൻഷൻ ഉണ്ടാകരുത്, വഴക്കുകൾ ഇല്ലാതാകണം. സ്നേഹത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കണം. ഇത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയാണ് നിങ്ങൾക്കുള്ളത് എന്നതും വാസ്തവം തന്നെയാണ്. മാനസിക സംഘർഷങ്ങൾ അത്രമേൽ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾ അനുഭവിക്കുന്ന മറ്റൊരു വിഷമം തെറ്റിദ്ധാരണയാണ്. പലരും നിങ്ങളെ പല വിധത്തിലും തെറ്റിദ്ധരിച്ചിരിക്കുന്ന സാഹചര്യം. ഇത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ പലപ്പോഴും അത് നിങ്ങൾക്ക് തിരുത്തുവാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ സ്വീകരണം, വില, അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നതും ഈ സമയം നിങ്ങൾ നേരിടുന്ന വലിയ വിഷമം തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് പലപ്പോഴും സഹിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. അവർ വലിയ വേദന അതായി കണക്കാക്കുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ സങ്കടങ്ങൾ അത് തീർച്ചയായും മറ്റു പലർക്കും ഗുണകരമായി ഭവിക്കുന്നു എന്നതാണ് വാസ്തവം. അതിന് നിങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അസുഖങ്ങൾ പലപ്പോഴും നിങ്ങളെ ബാധിച്ചിരിക്കുന്നു എന്നത് വാസ്തവമാണ്. അല്ലെങ്കിൽ ശാരീരികപരമായ പ്രയാസങ്ങൾ, ക്ഷീണം, തളർച്ച, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അകാരണമായ ദേഷ്യം, പെട്ടെന്ന് നിങ്ങൾക്ക് വിഷമം കടന്നു വരുന്ന ഒരു സാഹചര്യം. നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന നിങ്ങൾക്ക് അത് പലപ്പോഴും സാധിക്കാത്തതായ അവസ്ഥ. എന്നാൽ ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ മനസമാധാനം അത് നിങ്ങളിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഈ സമയം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇവ നിങ്ങളെ തളർത്തുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. നിങ്ങൾ ഈ സമയം പലപ്പോഴും നിങ്ങളുടെ സ്നേഹത്തിന്റെ വില പലരും മനസ്സിലാക്കുന്നില്ല എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം ചില കാര്യങ്ങൾ തിരികെ നിങ്ങളിലേക്ക് വരുന്നത് അത് കാണുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. മാനസികപരമായും ശാരീരികപരമായും നിങ്ങൾ അനുഭവിച്ചു പോന്നിരുന്ന ആ വിഷമതകൾക്ക് ഒരു പരിഹാരം സിദ്ധിക്കും എന്നുള്ളതാണ്. പോസിറ്റീവായ എനർജി നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിറയുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ശാന്തമായ അല്ലെങ്കിൽ ആരെയും അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള സമാധാനപരമായ ചില കാര്യങ്ങൾ സംഭവിക്കാം എന്നത് വാസ്തവമാണ്. മനസ്സിന് സമാധാനം ലഭിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില രഹസ്യാത്മകമായ ചില കാര്യങ്ങൾ സംഭവിക്കാം എന്ന കാര്യം കൂടി ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സ്വയം ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുകയും ഈ സമയം നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ കൃത്യമാവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഗൗരവപരമായ കാര്യങ്ങൾ
ആ കാര്യങ്ങൾക്ക് കൃത്യതയോടെ മറുപടി നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാര്യങ്ങളെ അപ്രകാരം കണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങളുടെ സമാധാനം എപ്രകാരമാണ് തകരുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ ഈ സമയം സാധിക്കും എന്നതും നിങ്ങളുടെ ജീവിതത്തിലെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. ഈ സമയം നിങ്ങൾ മനസമാധാനം ആഗ്രഹിക്കുന്നു എങ്കിൽ പോലും അതിന് തടസ്സം നിൽക്കുന്ന ആ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും അത്തരം കാര്യങ്ങളെ എപ്രകാരം പരിഹരിക്കാം എന്ന് കൃത്യമായി ചിന്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങളുടെ സെൻസിറ്റീവായ പല കാര്യങ്ങളും, അതായത് സെൻസിറ്റീവായ കാര്യങ്ങൾക്ക് പോലും സങ്കടം വരിക, അത്തരം കാര്യങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകാവുന്ന സമയം കൂടിയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ സമയം എന്താണോ ഒരു മാറ്റം നിങ്ങൾക്ക് അനിവാര്യമാകേണ്ടത്, ആ മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും ഒത്തിരി കാര്യങ്ങൾ അത് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങളുടെ കരച്ചിൽ അത് പണത്തിന് വേണ്ടിയാണ് എങ്കിലും, അതല്ല നിങ്ങൾ മറ്റുള്ളവരുടെ അവഗണനയാൽ നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നതുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി അതെല്ലാം കാണുന്നു എന്ന കാര്യം ഓർക്കുക. അതിനാൽ തീർച്ചയായും എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത് അത് നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക.